നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുന്നേ ജയിച്ചിരിക്കുകയാണ് ചില സീറ്റുകളിൽ CPM. ആ മഹാ അത്ഭുതം കണ്ട് കേരളം തന്നെ ഞെട്ടി നിൽക്കുകയാണ്. തദ്ദേശം പിടിക്കുന്നതിന് വേണ്ടി തനി തൊട്ടിത്തരങ്ങളും നെറികേടും മാത്രമാണ് CPM പലയിടത്തും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള ഗുണ്ടായിസം പോലും CPMകാർ ഇങ്ങ് കേരളത്തിൽ പുറത്തെടുത്തിരിക്കുകയാണ്. അതായത് തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തലൊക്കെ തുടങ്ങി പല കലാപരിപാടികളും CPM പുറത്തെടുത്തിട്ടുണ്ടെന്ന്. തദ്ദേശത്തിൽ വീണു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്തോ ഇപ്പോൾ ഓടി നടന്ന് പലരുടെയും നാമനിർദ്ദേശ പത്രിക കീറി എറിയാനുള്ള തിടുക്കമാണ് CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപേ, വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപേ പല സീറ്റുകൾ CPM പിടിച്ചെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ വിവിധ ജില്ലകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയായി നിരവധി പത്രികകൾ തള്ളിയിരിക്കുകയാണ്. എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് പത്രിക തള്ളിയത്. സാങ്കേതിക പിഴവുകൾ, നിയമപരമായ അയോഗ്യതകൾ, മുൻ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സമർപ്പിക്കാതിരിക്കൽ എന്നിവ മൂലം പ്രമുഖരടക്കം നിരവധി UDF സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. പക്ഷേ ഒരു CPMകാരന് പോലും, നാമനിർദ്ദേശ പത്രിക കൊടുത്ത ഒരാൾക്ക് പോലും അവരുടെ പത്രിക പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ ക്രമക്കേടുകൾ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നുമില്ല, ആരും ചോദ്യം ചെയ്യുന്നതുമില്ല. പക്ഷേ എതിരാളികളുടെ എല്ലാം കൂട്ടത്തോടെ നാമനിർദ്ദേശ പത്രിക കീറിയെറിയുകയാണ്. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന TV രവീന്ദ്രന്റെ പത്രിക തള്ളിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി ആയിരിക്കെ ഉണ്ടായ ബാധ്യത തീർക്കാത്തതാണ് പത്രിക തള്ളാൻ കാരണമായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. പകരം CS പ്രഭാകരൻ 23-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി. നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായ LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. പത്രിക പൂരിപ്പിച്ചതിലുണ്ടായ പിഴവാണ് അയോഗ്യതയ്ക്ക് കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഈ ഡിവിഷനിൽ UDFന് ഡമ്മി സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തത് മുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികയിൽ നിർബന്ധമായും പാലിക്കേണ്ട നിയമപരമായ വ്യവസ്ഥയാണ് LC ജോർജിന് തിരിച്ചടിയായത്. പത്രികയെ 3 പേർ പിന്താങ്ങണം എന്ന വ്യവസ്ഥ നിലവിലുണ്ട്. പിന്താങ്ങുന്നവർ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വോട്ടർമാർ ആയിരിക്കണം. എന്നാൽ LC ജോർജിന്റെ പത്രികയിൽ പിന്താങ്ങിയവർ കടമക്കുടി ഡിവിഷന് പുറത്തുള്ള വോട്ടർമാരായിരുന്നു. ഈ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് വരണാധികാരിയായ കളക്ടർ പത്രിക തള്ളിയത്. UDF അനായാസം ജയിച്ചു കയറാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഡിവിഷനായിരുന്നു കടമക്കുടി. പത്രിക സമർപ്പിച്ച ഉടൻ തന്നെ പിഴവ് LC ജോർജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഡിവിഷൻ അകത്തു നിന്നുള്ള പിന്താങ്ങുന്നവരെ കണ്ടെത്തി സ്ഥാനാർത്ഥി പുതിയ പത്രിക തയ്യാറാക്കി. എന്നാൽ ഈ തിരുത്തിയ പത്രിക സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരുതരമായ തടസ്സങ്ങൾ നേരിട്ടതായി UDF നേതാക്കൾ ആരോപിക്കുന്നു. പുതിയ പത്രികയുമായി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 കളക്ടറുടെ ചേംബറിന് പുറത്തെത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നും ഇത് അനാവശ്യ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും നേതാക്കൾ പറയുന്നു. ഏറെ ബഹളമുണ്ടാക്കിയ ശേഷം ചേംബറിലേക്ക് കയറിയപ്പോൾ സമയം 2:57 ആയിരുന്നു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കൃത്യം 3 മണിയാണ്. പത്രിക സമർപ്പിക്കാൻ സമയം ബാക്കി ഉണ്ടായിരുന്നിട്ടും കളക്ടർ ഫോണിലായിരുന്നുവെന്നും ഫോൺ സംഭാഷണം കഴിഞ്ഞ് കളക്ടർ മടങ്ങിയെത്തിയപ്പോൾ 3:15 ആയെന്നും UDF ആരോപിക്കുന്നു. സമയപരിധി കഴിഞ്ഞതിനാൽ പത്രിക സ്വീകരിക്കാൻ കഴിയില്ലെന്ന് കളക്ടർ നിലപാടെടുത്തതോടെയാണ് UDF സ്ഥാനാർത്ഥി പുറത്തായത്. പോലീസുകാരന്റെ നടപടിയാണ് തിരുത്തിയ പത്രിക സമർപ്പിക്കാൻ കഴിയാതെ പോയതിന്റെ പ്രധാന കാരണമെന്നും UDF ആരോപിക്കുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കാൻ UDF ആലോചിക്കുകയാണ്. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നില്ലെങ്കിൽ കടമക്കുടിയിൽ മത്സരം LDFും BJPയും തമ്മിൽ മാത്രമായി ഒതുങ്ങും. ആലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്തിലെ 11 ഡിവിഷനുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരി ആയതിനാലാണ് 1-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന ഷെറീന ഷാജിയുടെ പത്രിക തള്ളിയത്. 2 വർഷം ശിക്ഷിക്കപ്പെട്ട വിവരം നൽകാതിരുന്നത് 11-ാം ഡിവിഷനിലെ UDFിലെ ജോൺസൺ പുനത്തിലിന് തിരിച്ചടിയായി. കോട്ടയത്ത് പാമ്പാടി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമണി മത്തായിയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ കണക്ക് നൽകാത്തതാണ് തിരിച്ചടിയായത്. പാലക്കാട് മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ കണക്ക് നൽകാത്തതിനാൽ നെല്ലിയാമ്പതി 1-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളിയിട്ടുണ്ട്. കണ്ണൂരിൽ 9 സീറ്റിൽ LDFന് എതിരാളികളില്ല എന്ന് ചുരുക്കി പറയാം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ വോട്ടിംഗിന് മുൻപ് തന്നെ LDFന് മേൽക്കൈ കിട്ടിയിരിക്കുകയാണ്. ജില്ലയിലാകെ 9 സീറ്റുകളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ലാതെ വിജയം ഉറപ്പിച്ചത്.
കണ്ണൂർ മലപ്പട്ടത്ത് 12-ാം വാർഡിൽ വ്യാജ ഒപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ CPM ഭീഷണിക്ക് വഴങ്ങിയാണ് പത്രിക തള്ളിയതെന്ന് നിത്യശ്രീ ആരോപിച്ചു. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാത്തത്. 12-ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ഷിഗിനയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്നാണ് ഷിഗിനയ്ക്ക് എതിരില്ലാതായത്. പഞ്ചായത്തിലെ മറ്റ് 2 വാർഡുകളിലെ ഇടത് സ്ഥാനാർത്ഥികൾക്കും എതിരാളികളില്ല. കണ്ണപുരം പഞ്ചായത്തിലെ 10-ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി പ്രേമ സുരേന്ദ്രന്റെയും 3-ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി KV സജിനയുടെയും എതിരാളികളുടെ പത്രികകൾ തള്ളിയതോടെ ഈ 2 വാർഡുകളിലും ഇടതുപക്ഷത്തിന് എതിരാളികളില്ലാതായി. ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരും പത്രിക സമർപ്പിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ശക്തമായ ആരോപണവുമായി രംഗത്തെത്തി. ആന്തൂരിൽ CPM സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. കൂടാതെ കളക്ടർ CPMനെ സഹായിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചത്. CPMന്റെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായ ഭീഷണിയും തടസ്സപ്പെടുത്തലുകളും ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആന്തൂർ നഗരസഭയിലെ 5-ാം പീടിക വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ഇതിനു പുറമെ ഭീഷണി കാരണം ആന്തൂരിലെ 2 ഡിവിഷനുകളിൽ UDFന് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോലും കഴിഞ്ഞില്ല. പലയിടത്തും സ്ഥാനാർത്ഥികളെയും അവർക്ക് പിന്തുണ നൽകിയ 4 പേരെയും CPM ഭീഷണിപ്പെടുത്തിയതായും ഇവർ കൂട്ടിച്ചേർത്തു. മലപ്പട്ടം 12-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ നാമനിർദ്ദേശ പത്രിക വ്യാജ ഒപ്പ് ചൂണ്ടിക്കാട്ടി തള്ളിയത് ശരിയല്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. നിത്യശ്രീ നേരിട്ട് ഹാജരായാണ് പത്രിക സമർപ്പിച്ചത്. നേരിട്ട് ചെന്നിട്ടും പത്രിക തള്ളിയ നിലപാടിൽ മാർട്ടിൻ ജോർജ് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. നിത്യശ്രീയുടെ പത്രിക തള്ളിയ വിഷയം കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി പരിഹരിക്കണമെന്നും CPMന്റെ തോന്നിവാസം ഇനി അനുവദിക്കില്ല എന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. കണ്ണപുരം പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൽ പാർട്ടി നേതാക്കളിൽ ചിലർക്ക് വീഴ്ച പറ്റിയെന്നും DCC പ്രസിഡന്റ് സമ്മതിച്ചു. കണ്ണൂരിലെ ജനാധിപത്യ കശാപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.